ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മുതിർന്ന നേതാവ് അബു ഖദീജയെ വധിച്ചു. ഇറാഖ് US സംയുക്ത സൈനിക നടപടിയിലാണ് അബു ഖദീജ എന്ന അറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മുസ്ലിഹ് അൽ റിഫയെ വധിച്ചത്. ആക്രമണ ദൃശ്യം US Xൽ പങ്കുവച്ചു. അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുന്നു വിവരങ്ങളുമായി. സെബാൻ, ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള വളരെ നിർണായകമായ ഒരു ഓപ്പറേഷൻ എന്ന് തന്നെ വിളിക്കാം എന്ന് തോന്നുന്നു. ISന്റെ മുതിർന്ന നേതാവിനെയാണ് വധിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത്? എവിടെ വെച്ചായിരുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്? ലക്ഷ്മി, ഇപ്പോൾ ഇറാഖിൽ നടന്ന ഓപ്പറേഷനാണ്. അതായത് US സെൻട്രൽ കമാൻഡാണ് ഈ വീഡിയോ ഇപ്പോൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ISന്റെ ഇറാഖ് സിറിയ ഓപ്പറേഷൻസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിനെയാണ് ഇപ്പോൾ വധിച്ചിട്ടുള്ളത്. അബു ഖദീജ എന്നറിയപ്പെടുന്ന നേതാവ്, ഏറ്റവും വളരെ മോസ്റ്റ് ഡേഞ്ചറസ് നേതാവ് എന്നാണ് ഇറാഖ് ഇയാളെ അബു ഖദീജയെ വിശേഷിപ്പിക്കുന്നത്. ഏറെക്കാലമായി നമുക്കറിയാം ISന്റെ ഒരു മുന്നേറ്റം സംഭവിച്ചതിന് ശേഷം ISന്റെ വിവിധ നേതാക്കൾ പല ഓപ്പറേഷനുകളിൽ വധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പുതിയ സംഘർഷ അവസ്ഥകളൊക്കെ തന്നെ പരിഗണിച്ച് നോക്കുമ്പോൾ IS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അത് പൂർണ്ണമായി ഇല്ലാതായി എന്ന നിലയ്ക്കായിരുന്നു അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യശക്തികളായിട്ടുള്ള രാജ്യങ്ങളും മറ്റ് സൈനിക സഖ്യങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നത്. അതേസമയം അബു ഖദീജയെ ഏറെക്കാലമായി വേട്ടയാടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറയുന്നത്. ഇപ്പോൾ ഇറാഖിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ രണ്ട് സുപ്രധാന നേതാക്കളാണ്. അതായത് ഇറാഖ് പ്രധാനമന്ത്രിയും US പ്രസിഡൻറ്റും അബു ഖദീജയുടെ വധം സംബന്ധിച്ച് പോസ്റ്റ് ഇടുന്നു. അപ്പോൾ തന്നെ അറിയാം അബു ഖദീജ എത്ര വലിയ നേതാവാണ്. ഇറാഖിലും സിറിയയിലും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിൻ്റെ നേതാവ് മാത്രവുമല്ല, IS എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തന്നെയും കൈകാര്യം ചെയ്യുന്നത് അബു ഖദീജ ആയിരുന്നു. അബ്ദുള്ള മക്കി മുസ്ലിഹ് അൽ റിഫ എന്നറിയപ്പെടുന്ന അബു ഖദീജ ഏറ്റവും ഇറാഖിലും ലോകത്താകമാനം തന്നെ ഏറ്റവും അപകടകാരിയായ IS നേതാവെന്നാണ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി ഇപ്പോൾ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നിലയ്ക്കാത്ത തെരച്ചിലായിരുന്നു ഇത് അബു ഖദീജയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. US സെൻട്രൽ കമാൻഡ് എക്സിൽ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇയാൾ ഇത് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത് അവസാനിച്ചിരിക്കുന്നു. ISന്റെ ഏറ്റവും സുപ്രധാന നേതാവെന്ന നിലയ്ക്കുള്ള നേതാവിനായുള്ള വേട്ട ഇതോടെ അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. സമാധാനം കരുത്തും എന്നാണ് ട്രംപ് ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി.